ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് വേണ്ടി CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് നമ്മോടൊപ്പം ചേരുന്നത്. കോഴിക്കോട് ജില്ലയിൽ LDF വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള എക്സിറ്റ് പോളുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ എക്സിറ്റ് പോളിൻ്റെ പ്രവചനം ഈ നാട് ഇതിനു മുമ്പ് കണ്ടതാണ്. കഴിഞ്ഞ തവണ എക്സിറ്റ് പോള് ബേപ്പൂർ, ബാലുശ്ശേരി അതുപോലുള്ള ഇടതുപക്ഷ മുന്നണിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചാണ്. MM മണിയെ തോൽപ്പിച്ച എക്സിറ്റ് പോളാണ് ഇപ്പോൾ ഒരു പ്രവചനം നടത്തിയിട്ടുള്ളത്. ആ പ്രവചനത്തെ ഞാൻ തള്ളിക്കളയാണ്. കാരണം ഇവിടെ ആ ജനവിധിയെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന രീതിയിൽ ജനങ്ങളോട് നന്നായി ഇഴകിച്ചേർന്ന് അവരുടെ മനസ്സറിഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇതൊന്നുമായിരിക്കില്ല 4-ാം തീയതി വോട്ടെണ്ണി വരുമ്പം കോഴിക്കോട് ജില്ലയിൽ സംഭവിക്കാൻ പോകുന്നു. കോഴിക്കോട് ജില്ലയിൽ മികച്ച വിജയം നേടിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരള നിയമസഭക്കകത്ത് വലിയ സാന്നിധ്യം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയുള്ള ഫലപ്രഖ്യാപനമായിരിക്കും വരിക. എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോൾ എന്തോ ഒരു മഹത്തായ കാര്യമായി എക്സിറ്റ് പോളിനപ്പുറത്തൊന്നില്ല എന്ന രീതി എല്ലാം പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. ആ എക്സിറ്റ് പോളിൻ്റെ വിശ്വാസ്യത കഴിഞ്ഞ തവണ 2 തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സർവേ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇന്നലെ കൈരളി തന്നെ സംഘടിപ്പിച്ച ചർച്ച വളരെ ക്രിയാത്മകവും പഠനാർഹവുമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. ഞാനത് കേട്ടിരുന്നത്. അപ്പം ഞാനത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ആ നിലയിൽ കുറച്ച് ജനങ്ങളെ കണ്ട് അവരോട് സാമ്പിൾ എടുത്ത് അവർ കാണുന്ന ആൾ ആരാണോ അല്ലെങ്കിൽ അവരുടെ നാവിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇന്നത് ജയിക്കും, ഇന്ന് അവർ പരാജയപ്പെടുമെന്ന് പറയുന്ന ഒരു കണക്ക് നമുക്ക് പറയാൻ കഴിയുന്നൊരു കണക്കല്ല. അപ്പോൾ എക്സിറ്റ് പോളിൽ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് ഇന്നലെ തന്നെ നേതാക്കന്മാർ പലരും, ഇപ്പോൾ കോൺഗ്രസ് നേതാവിന് പറഞ്ഞ അഭിപ്രായം നമ്മൾ കേട്ടല്ലോ, വേണുഗോപാൽ പറഞ്ഞ അഭിപ്രായം, ബിനോയ് വിശ്വം പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. അത് നമുക്ക് 3 ദിവസവും കൂടി കാത്തിരിക്കാണ്ട്. എത്ര ദിവസമായി നമ്മൾ കാത്തിരിക്കുന്നു? അതിനു മുമ്പൊന്നുമില്ല. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കാരണം നമ്മളൊരു വസ്തുതയെ വിലയിരുത്തിക്കൊണ്ട് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സൂര്യൻ കാലത്ത് ഉദിക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. 10 വർഷം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് ഭരണവിരുദ്ധ തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഏറ്റവും കൂടുതലായിട്ട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, ഞങ്ങളെ ഇന്ന രീതിയിൽ ദ്രോഹിച്ചു, ഞങ്ങൾക്ക് തരാനുള്ളത് തന്നില്ല എന്ന് പറയുന്ന ഒരു വർത്തമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുടില് തൊട്ട് കൊട്ടാരം വരെയുള്ള ഒരു വീടുകളിലും ഒരു വോട്ടറും പറഞ്ഞിട്ടില്ല. രണ്ടാമത് കേരളത്തിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരുന്നൊരു കാര്യം, 2011 മുതൽ 16 വരെ ഖജനാവ് കൊള്ളയടിച്ച് 11 മന്ത്രിമാർ അഴിമതി ആരോപണത്തിൻ്റെ ഭാഗമായി കേസ് ചാർജ് ചെയ്ത് ആ കേസിനെ നേരിട്ടുകൊണ്ടാണ് പലരും മത്സരിച്ചത്. എന്നാൽ ഈ 10 കൊല്ലം കേരള നിയമസഭക്കകത്ത് ഞങ്ങളുടെ MLA-മാരും മന്ത്രിമാരും അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആരോപണം നിയമസഭക്കകത്ത് പോലും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. പൊതുസമൂഹം ഭരണതലത്തിലെ അഴിമതി കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നുവെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വികസനമാണ് മറ്റൊന്ന്. വികസനത്തിന് ഇന്ത്യ രാജ്യത്തും ലോകത്തിനും മാതൃകയായിട്ടുള്ള വികസന വിപ്ലവം നടത്തിയ ഗവൺമെൻറ്റാണെന്ന് ആരും സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് എന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം? ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ്റെ കണക്കുകളൊക്കെ ഞാൻ തള്ളിക്കളിയാണ്. ഒരു തരത്തിലും വസ്തുതാപരമല്ല. കേരളത്തിലെ ന്യൂനപക്ഷം, പ്രത്യേകിച്ച് കോഴിക്കോട് ന്യൂനപക്ഷം, കോഴിക്കോട് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കോഴിക്കോടിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണല്ലോ എല്ലാവരും. അതിനെന്താ കാരണം? ത്രിതല പഞ്ചായത്തിന് അത്തരത്തിലുള്ളൊരു കൺസോൾട്ടേഷൻ ഉണ്ടായി. പല കാരണങ്ങളിലൊരു കാരണം അതാണ്. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല. ആ കോഴിക്കോട് ജില്ലയിലെ ന്യൂനപക്ഷ വോട്ടർമാർ അത്തരത്തിൽ കേന്ദ്രീകരിച്ചെന്ന ഒരു അഭിപ്രായവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ
CPIM-നോ ഇല്ല. ഈ 13 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 11 LDF-നൊപ്പമായിരുന്നു. അപ്പോൾ ഇത്തവണയും ഉറച്ച് LDF-നൊപ്പം തന്നെ മണ്ഡലങ്ങൾ നിൽക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിൽക്കുമെന്ന വിശ്വാസം തന്നെയാണ്. തീർച്ചയായും വിശ്വാസം തന്നെയാണ്. വടകര മണ്ഡലം വലിയ മുന്നേറ്റമാണ് പോളിംഗിന് ശേഷം ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. വടകര ഞങ്ങൾക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. കോഴിക്കോടിനെ സംബന്ധിച്ചുള്ള ഫലങ്ങളൊക്കെ CPM ജില്ലാ സെക്രട്ടറി തള്ളിക്കളയുകയാണ്. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം LDF ജില്ലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് CPIM-ന്റെ ആത്മവിശ്വാസം.